എന്റെ കയ്യിൽ മൊത്തം 7 സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് മേടിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഫോൺ വാങ്ങുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റണം. 2024 എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം അറിയാം, സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിലുള്ള മെഗാ പിക്സലിൽ അത്ര വലിയ കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഈ വീഡിയോ അവസാനം വരെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി 50 മെഗാ പിക്സൽ ക്യാമറയുള്ള ഈ ഒരു ഫോണാണോ, 50 മെഗാ പിക്സൽ ക്യാമറയുള്ള ഈ ഒരു ഫോണാണോ കുറച്ചുകൂടെ ബെറ്റർ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നത് എന്ന് ഫോൺ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. റിയൽമി P1 5G 16,000 rupees സ്മാർട്ട് ഫോൺ 50 മെഗാ പിക്സലിന്റെ ക്യാമറ. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 23,000 rupees സ്മാർട്ട് ഫോൺ 50 MP ക്യാമറ. ഓപ്പോ F27 Pro പ്ലസ് 30,000 രൂപയുടെ സ്മാർട്ട് ഫോൺ 64 മെഗാ പിക്സലിന്റെ ക്യാമറ. ഇൻഫിനിക്സ് GT20 Pro 25,000 രൂപയുടെ സ്മാർട്ട് ഫോൺ 108 മെഗാ പിക്സലിന്റെ ക്യാമറ. ഇനി ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ iPhone 15 പ്ലസ് 80,000 രൂപയുടെ സ്മാർട്ട് ഫോൺ 48 മെഗാ പിക്സലിന്റെ ക്യാമറ. സാംസങ് S23 Ultra 1.25 lakhs സ്മാർട്ട് ഫോൺ 200 മെഗാ പിക്സലിന്റെ ക്യാമറ. ആൻഡ് Vivo X Fold 3 Pro 1.6 lakhs സ്മാർട്ട് ഫോൺ 50 മെഗാ പിക്സലിന്റെ ക്യാമറ. സോ ഈ സ്മാർട്ട് ഫോണുകളെല്ലാം എടുത്ത് ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായി തോന്നിയ ഫോട്ടോ ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഈ സ്മാർട്ട് ഫോണുകളിലെല്ലാം പല പല മെഗാ പിക്സൽ ക്യാമറകളായിരുന്നുവെങ്കിലും നിങ്ങൾ ഈ കണ്ട എല്ലാ ഫോട്ടോയും 12 മെഗാ പിക്സലിന്റെ ഫോട്ടോയാണ്. യെസ്, 200 മെഗാ പിക്സലിലെ സാംസങ് S23 Ultra എടുത്ത ഫോട്ടോയും 108 മെഗാ പിക്സലിൽ ഇൻഫിനിക്സ് GT20 Pro എടുത്ത ഫോട്ടോയും 48 മെഗാ പിക്സൽ iPhone 15 Plus എടുത്ത ഫോട്ടോയും 50 മെഗാ പിക്സലിലെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എടുത്ത ഫോട്ടോയും എല്ലാം ബൈ ഡീഫോൾട്ട് 12 മെഗാ പിക്സൽ മാത്രമാണ്. സോ എന്തുകൊണ്ട് ഈ സ്മാർട്ട് ഫോണുകളിലെല്ലാം ഇത്രയും മെഗാ പിക്സലുള്ള ക്യാമറ ഉണ്ടെങ്കിലും എടുക്കുന്ന ഫോട്ടോസ് 12 മെഗാ പിക്സൽ? എന്നാൽ ഈ സ്മാർട്ട് ഫോണുകളിലെല്ലാം ഹൈ റെസൊല്യൂഷൻ മോഡ് ഉണ്ട്, മാക്സിമം മെഗാ പിക്സൽ വെച്ച് എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ്. ആൻഡ് അതാണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്നതിൽ നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണിന്റെ ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടത്? സത്യം പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണുകളിലെല്ലാം എടുത്ത 12 മെഗാ പിക്സലിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന 50, 100, 200 മെഗാ പിക്സൽ എടുത്ത ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര മോശമാണ്. സോ എന്തുകൊണ്ട് 50 മെഗാ പിക്സൽ ഫോണിൽ 50 മെഗാ പിക്സൽ എടുത്ത ഫോട്ടോ മോശം, അല്ലെങ്കിൽ 108 മെഗാ പിക്സൽ ഫോണിൽ എടുത്ത് 108 മെഗാ പിക്സലിന്റെ ഫോട്ടോ 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോശം? ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാർക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള ക്യാമറയുടെ മെഗാ പിക്സൽ എത്രയാണെന്ന് അറിയാം, പക്ഷേ ഒരു പിക്സലിന്റെ സൈസ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറയിലുള്ള സെൻസറിന്റെ സൈസ് എത്രയാണ് എന്ന് അറിയില്ല. റിയൽമി P1 5G 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണെങ്കിലും ഇതിന്റെ സെൻസർ സൈസ് വരുന്നത് 1/2.76 ഇഞ്ച് ആണ്. അതായത് ഒരു പിക്സലിന്റെ സൈസ് വരുന്നത് 0.625 മൈക്രോമീറ്റർ. മറുഭാഗത്ത് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ, ഇതിലും 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. എന്നാൽ ഇതിന്റെ സെൻസർ സൈസ് വരുന്നത് 1/1.56 ഇഞ്ച്. അതായത് ഒരു പിക്സലിന്റെ സൈസ് വരുന്നത് 1 മൈക്രോമീറ്റർ. സോ റിയൽമിയുടെ 50 മെഗാ പിക്സലിലെ ഒരു പിക്സലിന്റെ സൈസ് ഇത്രയാണെങ്കിൽ മോട്ടോറോളയുടെ 50 മെഗാ പിക്സലിലെ ഒരു പിക്സലിന്റെ സൈസ് ഇത്രയുമാണ്. ഓപ്പോ F27 Pro Plus 5G 64 മെഗാ പിക്സലിന്റെ ക്യാമറ. ഇതിൽ വരുന്നത് 1/2 ഇഞ്ച് സെൻസർ ആണ്, ഒരു പിക്സലിന്റെ സൈസ് 0.7 മൈക്രോമീറ്റർ. ഇൻഫിനിക്സ് GT20 Pro 108 മെഗാ പിക്സലിന്റെ ക്യാമറ. എന്നാൽ സെൻസർ സൈസ് 1/1.67 ഇഞ്ച് ആണ്, ഒരു പിക്സലിന്റെ സൈസ് 0.64 മൈക്രോമീറ്റർ. ഇനി iPhone 15 Plus 48 മെഗാ പിക്സലിന്റെ ക്യാമറ. ഇതിന്റെ സെൻസറിന്റെ സൈസ് 1/1.56 ഇഞ്ച്, ഒരു പിക്സലിന്റെ സൈസ് വരുന്നത് 1 മൈക്രോമീറ്റർ. എന്നാൽ സാംസങ് S23 Ultrയിലെ 200 മെഗാ പിക്സൽ ക്യാമറയിലെ സെൻസർ സൈസ് 1/1.3 ഇഞ്ചാണ്, ആൻഡ് ഒരു പിക്സലിന്റെ സൈസ് 0.6 മൈക്രോമീറ്റർ. ഇനി Vivo X Fold 3 Proയിൽ 50 മെഗാ പിക്സൽ ക്യാമറ, ഒരു സെൻസറിന്റെ സൈസ് 1/1.3 ഇഞ്ച്, ആൻഡ് ഒരു പിക്സലിന്റെ സൈസ് 1.53 മൈക്രോമീറ്റർ. ഈ പറഞ്ഞ നമ്പറുകളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലായിട്ടുണ്ടാവില്ല, തല പുകഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ സ്മാർട്ട് ഫോണുകളിലും ക്യാമറയിൽ ഒരു സെൻസർ ഉണ്ടാവും. ഈ ഒരു സെൻസറിലേക്കാണ് ലൈറ്റ് വീണ് അതൊരു ഫോട്ടോ ആയിട്ട് മാറുന്നത്. ഇനി ഈ ഒരു സെൻസറിനെ പല 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 പിക്സലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും സൈസ് ഉള്ള ഒരു സെൻസറിനെ നമ്മൾക്ക് 50 മെഗാ പിക്സൽ ആയിട്ടും ഡിവൈഡ് ചെയ്യാം, 200 മെഗാ പിക്സൽ ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ഒരു A4 പേപ്പർ എടുത്ത് നിങ്ങൾ 4 ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണത്തിന്റെ സൈസ് വലുതായിരിക്കും. അതേ A4 സൈസ് പേപ്പർ നിങ്ങൾ 8 ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണത്തിന്റെ സൈസ് ചെറുതായിരിക്കും. ദാ എന്റെ മുന്നിൽ 4 ചെറിയ ഗ്ലാസുകളുണ്ട്. ഈ ഗ്ലാസുകളിലെല്ലാം വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ ഗ്ലാസുകളുള്ള വെള്ളമൊക്കെ നിങ്ങളോട് തീർക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുക്കും, തീർക്കും, അടുത്ത ഗ്ലാസ് എടുക്കും, തീർക്കും, അടുത്തത് എടുക്കും, അങ്ങനെ 4 വട്ടം നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ ഈ 4 ഗ്ലാസ്സിലെയും വെള്ളം ചേർത്ത് ഒരൊറ്റ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ പ്രാവശ്യം എടുത്ത് വെള്ളം തീർക്കാനായിട്ട് പറ്റും. സോ ഒരു സ്മാർട്ട് ഫോണിൽ 50 മെഗാ പിക്സൽ സെൻസറിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും. എന്നാൽ ഈ 50 മെഗാ പിക്സലിനെ 12 മെഗാ പിക്സലായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പ്രോസസ്സറിന് സമയം കുറവെടുക്കും. സോ ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഈ 4 ഗ്ലാസുകൾ
ഗ്ലാസുകൾ എടുത്ത് ഒരുമിപ്പിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി വെക്കും. ഒരു ക്യാമറ സെൻസറിൽ നിങ്ങൾക്ക് 50% പച്ചയും 25% ചുവപ്പും 25% നീലയുമാണ് ഉള്ളത്. അതായത് ഒരു ഹ്യൂമൺ ഐക്ക് പച്ചയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത് നീലയിനേക്കാളും റെഡിനേക്കാളും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 50 മെഗാ പിക്സലിനെ കമ്പൈൻ ചെയ്ത് 12 മെഗാ പിക്സലാക്കി മാറ്റും. ഈ കമ്പൈൻ ചെയ്യുന്ന കാര്യത്തിനാണ് പിക്സൽ ബിന്നിങ് എന്ന് പറയുന്നത്. സോ ഒരു 50 മെഗാ പിക്സലിനെ 12 മെഗാ പിക്സൽ ആകണമെങ്കിൽ 2x2 ആയിട്ട് ബിൻ ചെയ്യണം. ഒരു 108 മെഗാ പിക്സലിനെ 12 മെഗാ പിക്സലാക്കി മാറ്റണമെങ്കിൽ 3x3 ആയിട്ട് ബിൻ ചെയ്യണം. ഒരു 200 മെഗാ പിക്സലിനെ 12 മെഗാ പിക്സലാക്കി മാറ്റാനായിട്ട് 4x4 ബിൻ ചെയ്യണം. സോ ഞാൻ ഏറ്റവും ആദ്യം ഓരോ സ്മാർട്ട് ഫോൺസിന്റെയും ഒരു പിക്സലിന്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് ഈ പിക്സലുകളെല്ലാം കമ്പൈൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സൈസാണ്. അപ്പോൾ പിക്സലുകളെല്ലാം കമ്പൈൻ ചെയ്ത ശേഷം എത്രയായിരിക്കും സൈസ് വരുന്നത് ഓരോ സ്മാർട്ട് ഫോൺസിന്റെയും നോക്കാം. റിയൽമി P1 5G 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അപ്പോൾ 2x2 ആയിട്ടാണ് ബിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 12 മെഗാ പിക്സലിൽ വരുന്ന സൈസ് 1.25 മൈക്രോമീറ്റർ. മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഒരു പിക്സലിന്റെ സൈസ് 1 മൈക്രോമീറ്റർ. സോ 2x2 ചെയ്യുമ്പോൾ 1x2 2 മൈക്രോമീറ്റർ. ഓപ്പോ F27 Pro Plus 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതും 2x2 ബിന്നിംഗ് ആണ് ചെയ്യേണ്ടത്. സോ 0.7 × 2 1.4 മൈക്രോമീറ്റർ. ഇൻഫിനിക്സ് GT20 Pro 108 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. സോ 3x3 ബിന്നിംഗ് ആണ് ചെയ്യേണ്ടത്. അതായത് 0.64 × 3 1.92 മൈക്രോമീറ്റർ. ഐഫോൺ 15 Plus 48 മെഗാ പിക്സൽ ക്യാമറയാണ്. 2x2 ബിന്നിംഗ് ആണ് ചെയ്യേണ്ടത്. സോ 2 മൈക്രോമീറ്റർ. എന്നാൽ സാംസങ് ഗാലക്സി S23 Ultra 200 മെഗാ പിക്സലിന്റെ ആണ്. സോ അവിടെ ചെയ്യേണ്ടത് 4x4 പിക്സൽ ബെൻഡിംഗ് ആണ്. സോ 0.6 × 4 2.4 മൈക്രോമീറ്റർ ആണ്. ഇനി വിവോ X-Fold 3 Pro 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. 15നെ 2x2 ആണ് ചെയ്യേണ്ടത് 12 മെഗാ പിക്സൽ ആക്കാൻ. അതായത് 3 മൈക്രോമീറ്റർ. അതായത് 12 മെഗാ പിക്സൽ ആക്കി കഴിയുമ്പോൾ ഒരു പിക്സലിന്റെ സൈസാണ് ഈ കാണുന്നതൊക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഈ മൈക്രോമീറ്റർ എന്നുള്ളതിനെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ലിറ്റർ എന്നാക്കുക. എന്നിട്ട് ഒരു കുപ്പിനെ സങ്കല്പിക്കുക. സോ ഒരു 1.25 ലിറ്ററിന്റെ കൊക്കക്കോള ബോട്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കൊക്കക്കോള എന്തായാലും ഒരു 3 ലിറ്ററിന്റെ ബോട്ടിൽ ഉണ്ടാവില്ലേ? ഈ കൊക്കക്കോളനെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ ലൈറ്റ് ആക്കി നോക്കി. അതായത് ഒരു പിക്സലിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ലൈറ്റിന്റെ അളവ് ഒരു ചെറിയ പിക്സലിലായിരിക്കുമോ വലിയ പിക്സലിലായിരിക്കുമോ കൂടുതൽ? ആൻഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ നമ്മൾ ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നതാണ്. സോ എത്രത്തോളം കൂടുതൽ ലൈറ്റ് നമ്മൾക്ക് ആ ഒരു സമയത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടും. ആൻഡ് അത്രത്തോളം നല്ല ഒരു ഫൈനൽ ഫോട്ടോ ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിവോ X-Fold 3 Proയ്ക്കും സാംസങ് S23 Ultra 3 മൈക്രോമീറ്ററും 2.5 മൈക്രോമീറ്ററിന്റെ ഒരു വലിയ സൈസ് ആണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് അത്രത്തോളം കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് അതിന്റെ ഉള്ളിലുള്ള ഇമേജ് പ്രോസസിങ് അത്രത്തോളം അടിപൊളിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഗംഭീര ഫോട്ടോസ് വരുന്നത്. മറുഭാഗത്ത് ഐഫോൺ 15 പ്ലസും മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനും നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും 2 മൈക്രോമീറ്ററിന്റെ പിക്സൽ സൈസ് ആണ്. പക്ഷേ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഈക്വൽ ഡേറ്റയാണ് കിട്ടുന്നതെങ്കിലും പ്രോസസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോണിന്റെ പ്രോസസർ ഈസ് ഫാർ ബെറ്റർ ദാൻ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഐഫോണിന് ആ ഒരു കിട്ടിയ ഡേറ്റയുടെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മോട്ടോറോളേനേക്കാൾ. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്മാർട്ട് ഫോണിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിനെ മെഗാ പിക്സൽ മാത്രം നോക്കാതെ അതിൻ്റെ പിക്സലിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ സെൻസറിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളതൊക്കെ എടുത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ChatGPT ഇട്ട് കൊടുത്ത് കൃത്യമായിട്ട് അതിലെത്ര മൈക്രോമീറ്റർ ആയിരിക്കും ഒരു 12 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ ആയിട്ട് മാറ്റുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾക്ക് എത്ര ലൈറ്റ് ആ ഒരു ഫോണിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ആ ഒരു സ്മാർട്ട് ഫോണിലെ പ്രോസസ്സർ നോക്കുക. കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ ആണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു ഫോട്ടോ ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. സോ ജസ്റ്റ് 64 MB 50 MB എന്നുള്ള കാര്യം മാത്രം കേട്ട് നിങ്ങളൊരു ഫോൺ മേടിക്കാനായിട്ട് പോകുമ്പോൾ ക്യാമറയെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ആൻഡ് ഇത് കാരണമാണ് നമ്മൾ മെഗാ പിക്സൽ മാറ്റർ ചെയ്യില്ല എന്ന് പറഞ്ഞാലും മെഗാ പിക്സൽ കൊണ്ട് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ഒരു ഫോണിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായി എങ്കിൽ ഒന്നും കൂടി ഒരു വീഡിയോ ഒന്ന് ഇരുത്തി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാവും. ഐഡിയ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അത്രയൊരു വീഡിയോ അടുത്ത വീഡിയോ കൂടെ കാണാം. ബൈ.